അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മളുടെ ഡിസ്കഷൻ. നമുക്ക് പറയാൻ പറ്റും ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇത് പ്രൊപ്പോർഷണലായിരിക്കും റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഇൻറ്റു എനർജി ഓഫ് ഫോട്ടോൺ, ഇത്ര കാര്യങ്ങൾക്ക്. ഇനി റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇത് പ്രൊപ്പോർഷണലായിരിക്കും അഗെയിൻ പോപ്പുലേഷൻ ഡിഫറൻസിന്, അതായത് എൻ ആൽഫ മൈനസ് എൻ ബീറ്റയ്ക്ക്. അതുപോലെ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ട ആ ബോർ ഫ്രീക്വൻസി കണ്ടീഷനൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് ആ എനർജി ഗ്യാപ്പിന് തുല്യമാണ് നമ്മൾ പറഞ്ഞത് തരുന്ന റെസൊണൻസ്. അപ്പോൾ എനർജി ഗ്യാപ്പ് ഒരു സിംഗിളായിട്ടുള്ള പ്രോട്ടോണിൻ്റെ കേസിൽ എൻ ബീറ്റ ഇ ബീറ്റ മൈനസ് ഇ ആൽഫ ആയിരുന്നു. അങ്ങനെ അത് വന്ന് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഗാമ എൻ എച്ച് കട്ട് ബി നോട്ടാണെന്നുള്ള നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു എനർജി ഗ്യാപ്പ് നമ്മൾ കാണിച്ചിരുന്നത്. ഇത് ആൽഫ സ്റ്റേറ്റാണ്, ഇത് ബീറ്റ സ്റ്റേറ്റാണ്. എന്നിട്ട് ഇവിടുത്തെ എനർജി ഇവിടുത്തെ എനർജിയിൽ നിന്ന് ഈ എനർജി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡെൽറ്റ ഇ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ഈ ഡെൽറ്റ ഇ എന്തിന് തുല്യമായിരിക്കും, ഫോട്ടോണിൻ്റെ എനർജിക്ക് തുല്യമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൊപ്പോർഷനാണ് എൻ ആൽഫ മൈനസ് എൻ ബീറ്റ ഇൻറ്റു ഇത് ബി നോട്ട്. ഓക്കെ, ഇനി ഇതിലാദ്യമായിട്ട് നമ്മൾ കാണാൻ പോണത് എൻ ആൽഫ മൈനസ് എൻ ബീറ്റ. ആദ്യമായിട്ടല്ല, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഇത് കണ്ടുപിടിക്കുന്നതിന് ഈ പോപ്പുലേഷൻ ഡിഫറൻസിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം. പോപ്പുലേഷന് പലപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ഇത് എല്ലാ സ്പെക്ട്രോസ്കോപ്പിലും പോപ്പുലേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. ഇനി NMR സ്പെക്ട്രത്തിൽ ചില കേസിൽ നമ്മൾ പറയും ഗ്രൗണ്ട് സ്റ്റേറ്റിലെ പോപ്പുലേഷനെക്കാട്ടിയും കൂടുതൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരും. അപ്പോൾ അതിന് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നൊക്കെ പറയും. ഇവിടെ ആ കേസ് നമ്മൾ പറയണില്ല. ഇവിടെ ജസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് കൂടുതൽ പോപ്പുലേഷനിലെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എൻ ആൽഫ മൈനസ് എൻ ബീറ്റ ആയിരിക്കും. ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് പോപ്പുലേഷൻ്റെ റിലേറ്റീവ് പോപ്പുലേഷൻ കാണുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത് കാണുമ്പോൾ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യും. എൻ ബീറ്റ മൈനസ് എൻ ആൽഫ എന്നുള്ളത് ജി ബീറ്റ മൈനസ് ജി ആൽഫ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ കെ ടി ആയിരിക്കും. ഇവിടെ ജി ബീറ്റ മൈനസ് ജി ആൽഫ പ്രത്യേകിച്ചൊന്നുമില്ല, ഡീജനറസിയാണ്. ഇത് 1 ആണ്, നോൺ ഡീജനറേറ്റ് ആണ്. അതായത് ഇത് നമുക്ക് എഴുതാൻ പറ്റും ഇ റൈസ് ടു മൈനസ് ഡെൽറ്റ ഇ ബൈ കെ ടി. ഇനി എന്താണ് ഇവിടെ ഈ ഡെൽറ്റ ഇ? അതിപ്പോൾ നമ്മൾ കണ്ട് ഡെൽറ്റ ഇ ഈ പറഞ്ഞ സിമ്പിളായിട്ടുള്ള കേസിൽ ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ആയിരുന്നു. അതായത് എൻ ബീറ്റ മൈനസ് എൻ ആൽഫ നമുക്ക് എഴുതാൻ പറ്റും ഇ റൈസ് ടു മൈനസ് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് എഴുതാൻ പറ്റും. ഇനി ഞാനൊരു സംഗതി ഇവിടെ എഴുതുന്നുണ്ട്, എൻ ആൽഫ മൈനസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ പ്ലസ് എൻ ബീറ്റ. ഈ കാര്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് എൻ ആൽഫിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക രണ്ട് സ്ഥലത്തും. ഇതെന്ത് വരും, എൻ ആൽഫ ഇൻറ്റു 1 മൈനസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ. നമുക്ക് ഇവിടെ എൻ ആൽഫ ഇല്ല എങ്കിൽ കൂടി ഫോഴ്സ്ഫുള്ളായിട്ട് എൻ ആൽഫിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും, ഇവിടെ 1, പിന്നെ ഇവിടെ എന്ത് വരും, എൻ ബീറ്റ മൈനസ് എൻ ആൽഫ വരും. ഇനി ഡിവൈഡഡ് ബൈ ഇതിൽ നിന്ന് ഇതേപോലെ എൻ ആൽഫിനെ കോമൺ ആയിട്ട് എടുക്കുക, എൻ ആൽഫ ഇൻറ്റു 1. അപ്പോൾ ഇവിടെ എന്ത് വരും, 1 പ്ലസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ എന്ന് വരും. അപ്പോൾ നോക്കി ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച എൻ ബീറ്റ മൈനസ് എൻ ആൽഫിനെ ഇനി ഇതിൽ ഇംപ്ലിമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ആ കാര്യം വരും എൻ ആൽഫ ഇൻറ്റു 1 മൈനസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ ഡിവൈഡഡ് ബൈ എൻ ആൽഫ ഇൻറ്റു 1 പ്ലസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ. ഇത് രണ്ടും ക്യാൻസലായി. പിന്നെ ബാക്കിയുള്ളത് 1 മൈനസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ.
ഇനി ഈ എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ നമ്മൾ കണ്ട് എന്തായിരുന്നു ഇ റൈസ് ടു മൈനസ് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി ആയിരുന്നു. ഈ കാര്യത്തിൽ ഈ കേട്ടിൻ്റെ വാല്യൂവിനെക്കാട്ടും ചെറുതായിരിക്കും, കേട്ടിൻ്റെ വാല്യൂ വലുതായിരിക്കും ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിൻ്റെ വാല്യൂ ഇതിനെക്കാട്ടും വലുതാവുക. അപ്പോൾ ഇത് വലുതാണ്, മൊത്തത്തിൽ ഈ ഫാക്ടർ എന്താവും, ചെറുതാവും. ഒരു എക്സ്പോണൻഷ്യൽ കേസിൽ ഇ റൈസ് ടു മൈനസ് എക്സിൽ എക്സ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് അതിന് എഴുതാൻ പറ്റും 1 മൈനസ് എക്സ്, പിന്നെ പ്ലസ് ഹയർ ടേമുകളിലായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതേ സംഗതി ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സംഗതി എൻ ബീറ്റ മൈനസ് എൻ ആൽഫിനെ നമുക്ക് എഴുതാൻ പറ്റും 1 മൈനസ് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി. കാരണം ഇവിടെ എക്സിന് പകരമുള്ള എന്താണ്, ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്രോക്സിമേഷനാണ്, ഇത് ഓർക്കണം. ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ നേരത്തെ കണ്ട് എന്ത് എൻ ആൽഫ മൈനസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ പ്ലസ് എൻ ബീറ്റ, ഇതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്ന പറയുന്നത് 1 മൈനസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ. അപ്പോൾ ഈ സംഗതി എങ്ങനെ വരും, ഇത് വരും 1 മൈനസ് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 മൈനസ് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് വരും. ഈ സംഗതി മൈനസ് ഈ ഇതിനെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതും 1 ക്യാൻസൽ ആവും, പിന്നെ മൈനസും പ്ലസ് ആവും. അപ്പോൾ വരും പ്ലസ് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 2 പിന്നെ മൈനസ് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി. ഇനി ഈ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, ഇത് വളരെ ചെറുതാണ്. ഈ 2 മൈനസ് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി എനിക്ക് ജസ്റ്റ് എഴുതാൻ പറ്റും, 2 എന്ന് എഴുതാൻ പറ്റും. ഈ റിലേഷൻ മാറിയിട്ട് വരും എൻ ആൽഫ മൈനസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ പ്ലസ് എൻ ബീറ്റ ഈക്വൽ ടു ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ കെ ടി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ 2 കെ ടി എന്ന് വരും. ഇനി ഇതെന്താണ്, എൻ ആൽഫ മൈനസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ആൽഫ പ്ലസ് എൻ ബീറ്റ. ഈ എൻ ആൽഫ പ്ലസ് എൻ ബീറ്റ എന്നുള്ളതിന് ഇതിനെ നമുക്ക് എൻ എന്ന് എഴുതാൻ പറ്റും, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ടോട്ടൽ പോപ്പുലേഷൻ. എൻ ആൽഫ മൈനസ് എൻ ബീറ്റ ഡിവൈഡഡ് ബൈ എൻ ഈക്വൽ ടു ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ 2 കെ ടി എന്ന് വരും. അല്ലെങ്കിൽ എൻ ആൽഫ മൈനസ് എൻ ബീറ്റ എന്നുള്ളത് എൻ ഇൻറ്റു ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ 2 കെ ടി എന്ന് വരും. ഇതാണ് പോപ്പുലേഷൻ ഡിഫറൻസ്. ഇനി ഇൻറ്റൻസിറ്റിയിലേക്ക് വരാം. ഇൻറ്റൻസിറ്റി നമ്മൾ പറഞ്ഞു, അത് എന്തിനായിട്ട് പ്രൊപ്പോർഷനാണ്, ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഇൻറ്റു എനർജി ഓഫ് ഫോട്ടോൺ അല്ലേ. റേറ്റ് ഓഫ് അബ്സോർപ്ഷന് നമ്മൾ പറഞ്ഞ് പോപ്പുലേഷൻ ഡിഫറൻസിനായിട്ട് പ്രൊപ്പോർഷൻ ആയിരിക്കും. എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ ഇൻറ്റൻസിറ്റി നമ്മൾ പറയണ എൻ ആൽഫ മൈനസ് എൻ ബീറ്റ ഇൻറ്റു എനർജി ഓഫ് ഫോട്ടോൺ എന്താണ് ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട്. ഇത് വരും എൻ ആൽഫ മൈനസ് എൻ ബീറ്റ നമ്മൾ ചെയ്ത് എന്താണത്, ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട് ഡിവൈഡഡ് ബൈ 2 കെ ടി ഇൻറ്റു ഗാമ എൻ എച്ച് കട്ട് ബി നോട്ട്. ഇനി ഇൻറ്റൻസിറ്റി നമുക്ക് എഴുതാൻ പറ്റും, ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2k ഇൻറ്റു ഗാമ എൻ സ്ക്വയർ ബി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി. ഇത് പ്രൊപ്പോർഷണാലിറ്റി ആകുമ്പോഴേ ഈ കോൺസ്റ്റൻറ്റ് ടേമിനെ പിന്നെ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് എഴുതാം, ഒഴിവാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇൻറ്റൻസിറ്റി ഇതിന് കാര്യമായിട്ട് സിഗ്നിഫിക്കൻസ് ഇല്ല, ഇത് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഇതൊരു കോൺസ്റ്റൻറ്റ് ടേമാണ്, കോൺസ്റ്റൻറ്റ് ടേമിനെ ഒഴിവാക്കുക അവിടുന്ന്. ഇൻറ്റൻസിറ്റി
ഈസ് പ്രൊപ്പോർഷണൽ ടു നമുക്കറിയാം ഗാമ എൻ സ്ക്വയർ ബി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ പി എന്നുള്ള രീതിയിൽ എഴുതാം. ഈ കാര്യത്തിൽ നിന്ന് ഇതിൽ നിന്ന് ഇപ്പോൾ എഴുതിയിട്ടുള്ള എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ഓഹോ, ഒരു കാര്യം വിട്ടുപോയത്, എന്നും കൂടെ ഉണ്ടാവും കേട്ടോ. എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ല, ഇത് എന്നോട് പോയി. ഓക്കെ ഇതിൽ ഈ സാധനത്തിൽ എന്നും കൂടെ ഉണ്ടായിരുന്നു. എന്ന് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഇൻറ്റൻസിറ്റി ഈക്വൽ ടു എന്ന് കോൺസ്റ്റൻ്റ് അല്ല കേട്ടോ, എന്ന് വേരിയബിളാണ്. ഇതാണ് കോൺസ്റ്റൻ്റ് എന്ന്, അതിനെ പിന്നെ ഒഴിവാക്കിയത്. അപ്പോൾ എന്ന് ഉണ്ടായിരിക്കും. ഇൻറ്റൻസിറ്റിനെ ഈ രീതിയിൽ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണലാണ്, ഒന്ന് എന്നിനായിട്ട്, വേറൊന്ന് ഗാമ എൻ സ്ക്വയറിനായിട്ട്, അതേപോലെ തന്നെ ബി നോട്ട് സ്ക്വയറിനായിട്ട്. ഇവിടെ ടെമ്പറേച്ചറിനായിട്ട് ഇൻവേഴ്സ് റിലേഷനാണുള്ളത്. ഇനി ഇൻറ്റൻസിറ്റി ബി നോട്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ സ്ക്വയർ ടേമിൽ ഇൻറ്റൻസിറ്റി കൂടും. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സിഗ്നലിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും നമ്മൾക്ക് എന്ത് കൂട്ടുമ്പോൾ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുമ്പോൾ. അപ്പോൾ ഹൈ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പെക്ട്രത്തിൻ്റെ അപ്പിയറൻസ് കുറേ കൂടി, അതിൻ്റെ റെസൊല്യൂഷൻ കൂടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇത് ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷനാണ് ഗാമ എൻ സ്ക്വയറിനായിട്ട്. ഏതിനാണോ മാഗ്നെറ്റോ ഗൈറിക് റേഷ്യോ കൂടുതലായിട്ടുള്ളത് അതിൻ്റെ കേസിൽ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ H1, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. സെയിം ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിപ്പോൾ ഇത് ബി സെയിം ആണ് വിചാരിക്കുക. അതിനെ C13 നമ്മൾ ഇതിന് H1 എടുക്കുക. മാഗ്നെറ്റോ ഗൈറിക് റേഷ്യോൻ്റെ വാല്യൂ ഞാൻ രണ്ടിൻ്റെ കേസിലും പറയാം. H1 കേസിൽ മാഗ്നെറ്റോ ഗൈറിക് റേഷ്യോൻ്റെ വാല്യൂ വരുന്നത് 26.75 × 10⁷ ടെസ്ല ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. 26.75 × 10⁷ ടെസ്ല ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അതേസമയം C13 വരുന്നത് 6.73 × 10⁷ ആണ്. അപ്പോൾ ഈ C13 ഇനിയിപ്പോൾ 7 ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6.73 7 ആയിട്ട് എടുക്കുക. ഈ 26.75 ഓക്കെ ഞാനിവിടെ എഴുതുന്നുണ്ട്. അതായത് ഗാമ എൻ H1 കേസിൽ വരുന്നത് 26.75 × 10⁷ ടെസ്ല ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അതുപോലെ C13 ഗാമ എൻ ഇത് വരുന്നത് 6.73 × 10⁷ ആണ് ടെസ്ല ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതിന് നമ്മളെന്താ മനസ്സിലാക്കുന്നത്, ഫീൽഡ് ഇപ്പോൾ സെയിം ഫീൽഡ് തന്നെ രണ്ടിൻ്റെ കേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഹൈഡ്രജൻ ആയിരിക്കും കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈൻ കാണിക്കുക. കാരണം എന്താ, ഫീൽഡ് സെയിം ആണ്, പക്ഷേ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിനായിട്ട് കൂടെ പ്രൊപ്പോർഷനാണ്, ഗാമ എന്നിനായിട്ട് കൂടെ പ്രൊപ്പോർഷനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും H1 NMR സ്പെക്ട്രം എടുക്കാൻ മറ്റുള്ള സ്പെക്ട്രത്തിനെക്കാട്ടിയും കുറേ കൂടെ എളുപ്പമാണ്. ഇതിൻ്റെ മാഗ്നെറ്റോ ഗൈറിക് റേഷ്യോൻ്റെ വാല്യൂ കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണ്. ഇതുപോലെ മാഗ്നെറ്റോ ഗൈറിക് റേഷ്യോ ഈ ബോറോൺ 11 കേസിൽ വരുന്നത് 8.58 ആണ്. അതേപോലെ തന്നെ N14 കേസിൽ വരുന്നത് 1.93 ആണ്. × 10⁷ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം മൈൻഡിൽ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് ഇൻറ്റൻസിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത്. ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊണൻസ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ എനർജി ലെവൽസ് ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റും. പിന്നെ NMRുമായിട്ട് പല കാര്യങ്ങളിലും ഇതിന് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് എനർജീസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. NMRൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ കേട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെയും ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. അതിൽ പെട്ട ഒരു സംഗതിയാണ് എന്തായിരുന്നു NMRൻ്റെ കേസിൽ ഹാമിൽട്ടോണിയൻ എന്നുള്ളതാണ്. ഹാമിൽട്ടോണിയന് NMRൻ്റെ കേസാണ് കേട്ടോ. ഞാൻ ഇതായി സൈഡിലായിട്ട് എഴുതുന്നുണ്ട്. Hനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത്
മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻറ്റു സ്ട്രെങ്ത് ഓഫ് അപ്ലൈഡ് ഫീൽഡ്. ഇതാണ് സാധനം. ഇനി എന്നിട്ട് ഈ കാര്യത്തിന് ഇതിനെ മ്യൂനെ നമ്മൾ എഴുതി ഗാമ എൻ ഇൻറ്റു ഐ എന്നൊക്കെ എഴുതി. ഓക്കെ, ഇതുപോലെ ഏതിൻ്റെ കേസിലും ഇലക്ട്രോണിൻ്റെ കേസിലും സിമിലർ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. എച്ചിനെ നമുക്ക് എഴുതാൻ പറ്റും അഗെയിൻ -μ ഇൻറ്റു ബി എന്ന് പറയാൻ പറ്റും. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് ബി. ടെസ്ലയിലാണ് അത് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യാം. ഇനി എന്താണ് മ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരും ഇതുപോലെ -γ e ഇൻറ്റു ഐക്ക് പകരം ഓപ്പറേറ്റർ ആയി വരുന്നത് ഇവിടെ വരുന്നത് എസ് എന്നിട്ടുള്ള ഓപ്പറേറ്ററാണ്. ഇനി ഈ സബ്സ്റ്റിറ്റ്യൂഷന് അത് ഇതിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ വാല്യൂ ഈക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എന്നുള്ളത് വരും. എച്ച് നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ എന്തില്ല, മൈനസ് ഇല്ല കേട്ടോ, ഈ ഒരു മൈനസ് എക്സ്ട്രാ ആണ്, അതില്ല. അതായത് ഇത് ഈ മൈനസ് തന്നെ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ വരും -γ e ഇൻറ്റു ബി ഇൻറ്റു ഓപ്പറേറ്റർ എസ് എന്നുള്ള രീതിയിൽ വരും. ഇനി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഈ എസ് എന്ന് പറയുന്നത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, മാഗ്നെറ്റോ ഗൈറിക് റേഷ്യോ ഓഫ് ഇലക്ട്രോണ് ഗാമ ഇനെ അത് നമുക്ക് പറയാൻ പറ്റും, അത് വരും -GE ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ 2me എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ കേസിൽ മാഗ്നെറ്റോ ഗൈറിക് റേഷ്യോ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ സൂക്ഷിക്കണം. ഇനി GE എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പറയും ഇലക്ട്രോണിക് ജി ഫാക്ടർ എന്ന് പറയും ഇതിന്, ഈ സാധനത്തിന്. ഇതിൻ്റെ വാല്യൂ ജിൻ്റെ വാല്യൂ ഏകദേശം ഞാനിത് ഇവിടെ എഴുതുന്നുണ്ട്, GE വരും 2.002319 ആയിട്ട് വരും. ഇതിൽ ഈ വാല്യൂ ഇത് വന്നിട്ടുള്ളത് ഡയറാക്കിൻ്റെ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ്. അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് തിയറി എന്നാണ്. അതേപോലെ തന്നെ ഈ ടേം വരാൻ കാരണം ഇത് നമ്മൾ പറയും അറൈസിങ് ഫ്രം ദ ഇൻ്ററാക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്ച്വേഷൻ ഓഫ് ദ വാക്വം. ഇലക്ട്രോണും അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്ച്വേഷനും അത് തമ്മിൽ ഇൻ്ററാക്ഷനാണ് ഇത്തരം ഒരു വാല്യൂവിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇനി എനർജിൻ്റെ എക്സ്പ്രഷനെ നമ്മൾക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ന്യൂക്ലിയസിൻ്റെ കേസിൽ നമ്മൾ ഒരു കാര്യം ഡിഫൈൻ ചെയ്തിരുന്നു, ന്യൂക്ലിയർ മാഗ്നെറ്റോൺ എന്നിട്ടുള്ളൊരു ഫാക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതേപോലെ ഇലക്ട്രോണിൻ്റെ കേസിൽ നമ്മളൊരു സംഗതിനെ ഡിഫൈൻ ചെയ്യണം, അത് ബോർ മാഗ്നെറ്റോൺ ആണ്. അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എച്ച് എന്നുള്ളതിനെ നമ്മൾ പറയും -γ e B0 ഇൻറ്റു SEZ എന്ന് പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഡയറക്ഷനിലാണ് നമ്മൾ ഹാമിൽട്ടോണിയനെ എന്ത് ചെയ്യണത്, ഡിഫൈൻ ചെയ്യണത്. അതിനും ഒരു കാരണമുണ്ട്, അത് മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലാണ് വെക്കുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ ഇസഡ് ആക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ SZൻ്റെ ഐഗൺ വാല്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് MSH കട്ടാണ്. SZ എന്ന് പറയുന്നത് IZ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, MIH കട്ടായിരുന്നു വന്നത്. അതേപോലെ SZ ഇത് വരും MSH കട്ട് വരും. അപ്പോൾ അത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനർജി എഴുതാൻ പറ്റും EMS = -γ e H കട്ട് B0 ഇൻറ്റു MS എന്ന് എഴുതാൻ പറ്റും. ഇതിന് നമുക്ക് പറയാൻ പറ്റും എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ സ്പിൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റും. ഈ കാര്യത്തിന് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ സ്പിൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഇനി എന്താണ്
മ്യൂ ബി എന്നുള്ളതാണ്. അതൊരു പുതിയ ടേമാണ് മ്യൂ ബി. നമ്മൾ നേരത്തെ ഞാൻ ജസ്റ്റ് പറഞ്ഞെങ്കിൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇതിനെ നമ്മൾ പറയും ബോർ മാഗ്നറ്റോൺ എന്ന് പറയും. ഇനി ബോർ മാഗ്നറ്റോണിൻ്റെ വാല്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മ്യൂ ബി എന്നുള്ളത് വരും EH ഡിവൈഡഡ് ബൈ 2MP. ഇപ്പോൾ ന്യൂക്ലിയർ മാഗ്നറ്റോൺ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അതിനെ നമ്മൾ എഴുതി മ്യൂ എൻ എന്നുള്ള രീതിയിൽ. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ EH ഡിവൈഡഡ് ബൈ 2MP ആയിരുന്നു. സോറി ടാ, ഇത് MP അല്ല വരിക. ഇത് ബോർ മാഗ്നറ്റോണിൽ യൂസ് ചെയ്യേണ്ടത് E ആണ്. അത് ഞാനിവിടെ കറക്റ്റ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കണത്. 2ME ആണ്. പക്ഷേ ഇവിടെ എന്തായിരുന്നത്, ഇവിടെ അത് P ആയിരുന്നു. ഏതിൻ്റെ കേസിൽ? ന്യൂക്ലിയർ മാഗ്നറ്റോണിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ മാസ് ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും വലുത്. കാരണം ഇവിടെ മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണെക്കാട്ടി ഏകദേശം 2000 ടൈംസ് അല്ലെങ്കിൽ 1800 ടൈംസ് വലുതാണ് ഈ സാധനം. അതുകൊണ്ട് തന്നെ ഈ വാല്യൂ ആയിരിക്കും വലുത്. ശ്രദ്ധിക്കണം, ഈ വാല്യൂ വലുതായതുകൊണ്ട് ഇത് ചെറുതാണ്, അല്ലെങ്കിൽ ഈ വാല്യൂ ചെറുതായതുകൊണ്ട് ഇതെന്താണ്, വലുതാണ്. അപ്പോൾ ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയ വാല്യൂ ആണ്. അത് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണിത്. ഇതിൻ്റെ ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂ എംപിൻ്റെ മ്യൂബിൻ്റെ ഇത് വരും ഏകദേശം 9.274 ഇൻറ്റു 10⁻⁻24 ജൂൾ ടെസ്ല ⁻⁻1 എന്ന് പറയാൻ പറ്റും. നേരത്തെ മ്യൂ എന്നിൻ്റെ വാല്യൂ, ന്യൂക്ലിയർ മാഗ്നറ്റോണിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് വന്നത് 5.051 ഇൻറ്റു 10⁻⁻27 ജൂൾ ടെസ്ലയായിരുന്നു. അപ്പോൾ ഇത് രണ്ട് തമ്മിൽ വ്യത്യാസം നോക്ക്. 27 വേറൊന്ന്, 10⁻⁻, ഇത് 10⁻⁻27, ഇത് 10⁻⁻24. ഇനി ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മ്യൂ ബിനെ നമ്മൾ എനർജീൻ്റെ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു ചെറിയ അപ്രോക്സിമേഷൻസ് ഞാൻ നടത്തുന്നുണ്ട്. അതായത് ഗാമ ഇ അത് നമ്മൾ കണ്ട് എന്താണെന്നുള്ളത് എന്തായിരുന്നു, -GE ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ 2ME ആയിരുന്നു ഗാമ ഇ, അല്ലെങ്കിൽ മാഗ്നറ്റോഗൈറിക് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. അതുപോലെ ഗാമ ഇനെ അങ്ങനെയാണെങ്കിൽ ഗാമ ഇനെ നമ്മൾ H കട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഇത് ഇവിടെ ഈ സൈഡിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ അത് വരും -GE ഇൻറ്റു EH കട്ട് ഡിവൈഡഡ് ബൈ 2ME എന്നുള്ള രീതിയിൽ വരും. ഇനി എന്താണ് ഈ കാര്യം EH കട്ട് ഡിവൈഡഡ് ബൈ 2ME എന്ന് പറയുന്നത്? അത് ഇങ്ങനെ വന്നിട്ട് അത് ഇതാണ്. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ രീതിയിൽ എഴുതിയിരുന്നത്. അപ്പോൾ ഈ ഗാമ ഇ H കട്ട് എന്നുള്ളത് വരും -GE ഇൻറ്റു മ്യൂ ബി എന്ന് വരും. അതായത് എനർജീൻ്റെ എക്സ്പ്രഷൻ മാറും. എനർജീൻ്റെ എക്സ്പ്രഷൻ EMS എന്നുള്ളത് നമ്മൾ എഴുതിയിരുന്നത് ഗാമ ഇ ഇൻറ്റു എനർജീൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി -ഗാമ ഇ H കട്ട് B0 ഇൻറ്റു MS എന്ന് എഴുതിയിരുന്നത്. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട് ഗാമ ഇ H കട്ട് എന്താണെന്നുള്ളത്, അതെന്തായിരുന്നു, -GE ഇൻറ്റു മ്യൂ ബി ആണ്. ഇത് ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സംഗതി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിട്ടും EMS എന്നുള്ളത് മൈനസ് ഓഫ്, ഇതിന് പകരം ഇത് കൊടുക്കുക -GE മ്യൂ ബി B0 ഇൻറ്റു MS. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും EMS ഈക്വൽ ടു GE മ്യൂ ബി B0 MS എന്ന് എഴുതാൻ പറ്റും, പ്ലസ് ഇട്ടാ. ഇതാണ് എനർജീൻ്റെ എക്സ്പ്രഷൻ. ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ എനർജി ഓഫ് ഇലക്ട്രോൺ സ്പിൻ ലെവൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ചെക്ക് ചെയ്യണം. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ സ്റ്റേറ്റും ബീറ്റ സ്റ്റേറ്റും ഡീജനറേറ്റ് ആയിരിക്കും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ചെയ്ത് വിചാരിക്കാം. അപ്പോൾ ആ കേസിൽ ബീറ്റ സ്റ്റേറ്റ് അടിയിൽ വരും. ശ്രദ്ധിക്കണത്, ബീറ്റ സ്റ്റേറ്റാണ് അടിയിൽ വരുന്നത്, ആൽഫ സ്റ്റേറ്റ് മേലെ. നേരത്തെ ന്യൂക്ലിയസിൻ്റെ കേസിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ആൽഫ സ്റ്റേറ്റ് അടിയിലായിരുന്നു ന്യൂക്ലിയസിൻ്റെ കേസിൽ, ബീറ്റ സ്റ്റേറ്റ് മേലെ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഇലക്ട്രോണിൻ്റെ കേസിൽ ബീറ്റ സ്റ്റേറ്റാണ് അടിയിൽ വരിക. എന്തുകൊണ്ട് ബീറ്റ സ്റ്റേറ്റ് അടിയിൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ അല്ലെങ്കിൽ മാഗ്നറ്റോഗൈറിക് റേഷ്യോ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ ബീറ്റ സ്റ്റേറ്റിനെ അടിയിൽ കൊടുക്കണം. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ചെയ്ത സമയത്ത് ഇത്
ഈ സംഭവിച്ചുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഓണാണ്. ഈ കേസിൽ ഞാനിതിനെ ഒന്നും കൂടെ ഇതാക്കി വരക്കുന്നുണ്ട്. ഓക്കെ, ഇത് ബീറ്റ സ്റ്റേറ്റ്, ഇത് ആൽഫ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ, എനർജി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇ ആൽഫ അല്ലെങ്കിൽ ഇ +1/2 മൈനസ് ഇ -1/2 ആയിരിക്കും. അപ്പോൾ അതെന്താ വരിക എന്നുള്ളതാണ്. ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇ എന്നുള്ളത് നമ്മൾ കണ്ട് അത് GE μB B0 MS ആണ്. അപ്പോൾ അതിനനുസരിച്ച് വരും +1/2 ആകുമ്പോൾ GE μB B0 ഇൻറ്റു +1/2 മൈനസ് GE μB B0 ഇൻറ്റു -1/2. മൈനസും ഇവിടെയുള്ള മൈനസ് ഇതിനെ പ്ലസ് ആക്കും. അതായത് GE μB B0 ഇൻറ്റു 1/2 പ്ലസ് GE μB B0 ഇൻറ്റു 1/2. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ ഇ ഈക്വൽ ടു GE μB B0 ആണ്. ഇത് രണ്ട് ഹാഫ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഗ്യാപ്പിനെ നമുക്ക് പറയാൻ പറ്റും, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണത്? GE μB B0 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ കേസിൽ. ഇനി നമുക്ക് ഇവിടെ റെസൊണൻസ് കണ്ടീഷൻ എന്തായിരിക്കും? ഡെൽറ്റ ഇ GE μB B0 എന്ന് വന്ന്, അതേപോലെ ബോർ ഫ്രീക്വൻസി റൂൾ അക്കോർഡിംഗ് നമ്മൾ പറഞ്ഞു ഡെൽറ്റ ഇ ഈക്വൽ ടു H ന്യൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും H ന്യൂ ഈക്വൽ ടു ന്യൂ ആണ് കേട്ടത്, ന്യൂ GE μB B0 എന്ന് എഴുതാൻ പറ്റും. അത് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിന് എന്ത് ചെയ്യുക? ജസ്റ്റ് അടിയിലേക്ക് കൊണ്ടുപോകാം.